ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് ഉപദേശിച്ചു തരുവാനും അതുപോലെ തന്നെ വാസ്തുപരമായി നിലനിൽക്കുന്ന ഒട്ടേറെ സംശയങ്ങൾക്ക് നിവൃത്തി കണ്ടെത്തുവാനുമായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സ്നേഹത്തോടെ വളരെ ആദരവോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് കിടക്കാം. ഏറെ ബഹുമാനം നിറഞ്ഞ ഡെന്നിസ് ജോയ് സർ, ഞാൻ അഞ്ചലിൽ നിന്നാണ് ഈ കത്ത് എഴുതുന്നത്. ഇവിടെ വീട് പണിത് താമസമായിട്ട് 6 വർഷത്തോളമായി. ഞാൻ വിദേശത്താണ്. എന്നാലും പലവിധത്തിലുള്ള പ്രശ്നങ്ങളും ഓരോ ദിവസവും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ സ്ഥിരമായി ദേവാമൃതം കാണുന്ന വ്യക്തിയാണ്. ഞാൻ സാറിനെ ഫോണിൽ വിളിച്ചിരുന്നു. അപ്പോൾ പ്ലാനും വിശദാംശങ്ങളും അയക്കാൻ പറഞ്ഞിരുന്നു. അതിന് പ്രകാരമാണ് ഈ കത്ത് അയക്കുന്നത്. സഹായിക്കണമെന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുകയാണ്. ഈ ഒരു വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിലവിൽ നിൽക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇവർ വീട് പണിയുന്നതിന് മുമ്പ് ഈ വസ്തുവിലുള്ള വിഷയങ്ങൾ ഇവർ തീർത്ത ശേഷം മതിയായിരുന്നു ഇവർക്കിനകത്ത് കല്ലിട്ട് കുറ്റിയടിച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇവർ ഓൾറെഡി ഇത് പണിഞ്ഞു പോയി. പക്ഷേ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നല്ല ദോഷങ്ങൾ കാണുന്നുണ്ട്. അതിന് വേണ്ടുന്ന പ്രതിവിധി ഇവരേതെങ്കിലും ഒരു കർമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതുപോലെ വീടിൻ്റെ വാസ്തുവിനെ ഞാൻ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ കിഴക്കുവടക്ക് ഭാഗം ഇവർ ഒഴിച്ചിട്ടിരിക്കുകയാണ്. കാരണം കിഴക്കുവടക്ക് ഭാഗം ഇല്ലാത്ത ഒരു വീട്ടിൽ താമസിക്കുമ്പം ധനപരമായിട്ടും ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ ഒരു ഐശ്വര്യമില്ലായ്മയാണ്. കാരണം വെച്ചാൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് സക്സസ് ആവാൻ ബുദ്ധിമുട്ട് വരും. അതുപോലെ നമുക്ക് വീട്ടിൽ താമസിക്കുമ്പം ടെൻഷൻ ഒരിക്കലും വിട്ടുമാറില്ല. കാരണം വെച്ചാൽ ഈ കിഴക്കുവടക്ക് മൂല എന്ന് പറയുന്നത് വാസ്തുപുരുഷൻ്റെ ഹെഡ് വരുന്ന പോർഷനാണ്. ആ ഭാഗം ഇല്ലാതെ വരികയാണെങ്കിൽ ഒരാളുടെ തല മുറിച്ച് കളയുന്ന പോലെയാണ്. കാരണം എപ്പോഴും നമുക്ക് ടെൻഷൻ വിട്ടുമാറില്ല, സ്വസ്ഥതയും സമാധാനവും വീട്ടിൽ താമസിക്കുകയും കിട്ടില്ല. അപ്പോൾ ആ ഒരു ഭാഗം ഇവർ സ്ക്വയർ ചെയ്തെടുത്തിട്ട് ഇവർക്ക് വേണമെങ്കിൽ ഒരു പഠനമുറി അവിടെ ക്രമീകരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു പൂജാമുറി അവിടെ ക്രമീകരിക്കാം. അതേപോലെ ഇത് രണ്ടും ഇവർക്ക് പണിയാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇവരൊരു ബേസിക് ഫൗണ്ടേഷൻ മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ ചെമ്പ് കമ്പി ഇട്ട് സ്ക്വയർ ചെയ്താലും തൽക്കാലം ഇവർക്ക് എനർജി സർക്കുലേഷൻ അത് ക്ലിയർ ആക്കി എടുക്കാം. അതുപോലെ വസ്തുവിൻ്റെ വടക്ക് ഭാഗം വടക്കോട്ട് നീങ്ങിയിരിക്കുന്ന വസ്തുവായിട്ട് കാണുന്നുണ്ട്. ഇതിൽ സ്ഥിരമായിട്ട് നമ്മൾ വീട് വെച്ച് താമസിക്കുമ്പം പുരുഷന്മാർക്ക് ദോഷമാണ്. അതുപോലെ ഏതെങ്കിലും പ്രശ്നങ്ങളിലൊക്കെ പെട്ട് കേസുകൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ കടബാധ്യതകളുണ്ടാവും. അതുപോലെ കുടുംബ അംഗങ്ങളെല്ലാം കൂടി ഈ ഒരു വീട്ടിൽ ഒന്നിച്ച് താമസിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം വെച്ചാൽ ഏതെങ്കിലും കാര്യങ്ങളിൽ ചിലപ്പം പലരും പല രീതിയിലായി പോകാം. ഒന്നിൽ ഇപ്പോൾ തന്നെ ഒരാൾ വിദേശത്താണ്, ഒരാൾ മാത്രമേ ഉള്ളൂ നാട്ടിൽ. അപ്പം ഇതിനകത്തുള്ളൊരു വിഷയം കേസുകൾ വരാം. അപ്പം ഒന്നിച്ച് താമസിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഈ വടക്ക് ഭാഗത്തോട്ടുള്ളൊരു ഏങ്കോണിപ്പാണ്. ആ ഒരു ഭാഗം സ്ക്വയർ ചെയ്തെടുക്കുക. അതുപോലെ ഇതിൻ്റെ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ഒരുപാട് സ്ഥലം കൂടുതലായിട്ട് കാണുന്നുണ്ട്. കാരണം തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ഒരുപാട് സ്ഥലം, അതായത് കിഴക്ക് ഭാഗത്തിനെ അപേക്ഷിച്ചും വടക്ക് ഭാഗത്തിനെ അപേക്ഷിച്ചും ഒരുപാട് സ്ഥലം തെക്കും പടിഞ്ഞാറും വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ കടബാധ്യതകളും കുട്ടികളുടെ പുരോഗതിക്ക് തടസ്സമായിട്ട് വരും. അതുപോലെ തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പം കൃത്യമായിട്ടുള്ള ഒരു കണക്കിൽ തെക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും മതിൽ കെട്ടി നമ്മൾ വാസ്തു കറക്റ്റാക്കി എടുക്കുക. അതുപോലെ മെയിൻ ഡോറിന് നേരെയായിട്ട് ഒരു സ്റ്റെയർ കേസ് വരുന്നുണ്ട്. നമ്മൾ സ്റ്റെയർ കേസ് മെയിൻ ഡോറിൻ്റെ നേരെ വരുന്നത് ദോഷമാണെന്ന് പറയുമ്പോൾ പല ആൾക്കാരും എന്നെ വിളിക്കുന്നത് ഡോറിൻ്റെ സൈഡിൽ ക്രോസ് ചെയ്ത് പോകുന്ന രീതിയിൽ വരുന്ന സ്റ്റെയർ കേസ് ദോഷമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന ഈ സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് മെയിൻ വാതിൽ തുറന്നാൽ നേരെ ചവിട്ടി കയറി പോകത്തക്കവണ്ണമുള്ള സ്റ്റെയർ കേസാണ്. അല്ലാതെ ക്രോസ് ചെയ്ത് പോകുന്ന സ്റ്റെയർ കേസ് നമുക്ക് ദോഷമില്ല. മെയിൻ വാതിൽ നേരെ ചവിട്ടി കയറി പോകുന്ന രീതിയിലുള്ള സ്റ്റെയർ കേസ് വന്നു കഴിഞ്ഞാൽ അത് ദോഷമാണ്. കാരണം അങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുമ്പം മാനസികപരമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടാവാം. അതുപോലെ ചിലപ്പം അത് വളരെ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു സൂയിസൈഡ് ടെൻഡൻസിയിലേക്ക് അത് മാറിപ്പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് സ്റ്റെയർ കേസും വാതിലും തമ്മിൽ കാണാത്ത രീതിയിൽ ഒരു സ്ക്രീനോ അല്ലെങ്കിൽ ഒരു കർട്ടനോ വെച്ചത് മറയ്ക്കുക. അതുപോലെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഇവരൊരു പട്ടിക്കൂട് പണിഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് പട്ടിക്കൂട് വന്നു കഴിഞ്ഞാൽ പട്ടികൾക്ക് പെട്ടെന്ന് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം പട്ടിയുടെ ആയുസിനൊക്കെ അത് ദോഷമായിട്ട് വരാം. കാരണം വെച്ചാൽ തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്ന അഗ്നിയുടെ കോണാണ്. ആ ഭാഗത്ത് ചൂട് വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ വളർത്തു മൃഗങ്ങളെയോ പക്ഷികളെയൊക്കെ വളർത്തിയാൽ ഈ ഒരു ടെമ്പറേച്ചർ കാണാൻ അതിന് സ്കിൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ രോമങ്ങളൊക്കെ പിഴിഞ്ഞ് പോവുകയോ അല്ലെങ്കിൽ പട്ടിയുടെ ആയുസിനൊക്കെ അത് ദോഷം ചെയ്യാനും അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പം ഇതിൻ്റെ നായ്ക്കൂട് ഇവർ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. മറ്റ് ദോഷങ്ങളൊന്നും ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നില്ല. ഇവർക്ക് ഈ ഒരു പ്ലാന് ഈ ഒരു കറക്ഷൻ ചെയ്ത ശേഷം ഇവർക്ക് ഇതിനകത്ത് സുഖമായിട്ട് താമസിച്ചു പോകാം. ഇപ്പോൾ മെയിൻ ഡോറ്
ഒരു ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്യുന്നതെന്നിരിക്കട്ടെ. സിറ്റ് ഔട്ടാണ്, മെയിൻ ഡോർ കഴിഞ്ഞ ഉടനെ സിറ്റ് ഔട്ട് വരികയാണ്. അപ്പോൾ സിറ്റ് ഔട്ടിൻ്റെ എൻട്രൻസ് ദിശ വേറെയാണ്. അതായത് മെയിൻ ഡോർ സ്ട്രെയിറ്റ് വീട്ടിലേക്ക് വന്ന് കയറുന്ന ഒരാൾ സിറ്റ് ഔട്ടിൻ്റെ എൻട്രൻസ് വേറൊരു ദിശയിലായത് കാരണം വളഞ്ഞു വന്നേ കയറാൻ പറ്റുള്ളൂ. നേരെ മെയിൻ ഡോർ വഴി സ്ട്രെയിറ്റ് കയറുകയല്ല, സിറ്റ് ഔട്ട് വഴി വളഞ്ഞു കയറി വന്നിട്ട് മെയിൻ ഡോറിലെ എൻട്രൻസ്. അങ്ങനെ ഉള്ള ഒരു സെറ്റിങ്സ് വാസ്തുപരമായ ദോഷമാണ് എന്ന് കേട്ടാൽ അത് ശരിയോ തെറ്റോ? ഇല്ല, ഇത് ഇപ്പം ഞാൻ വരയ്ക്കുന്ന പ്ലാനിൽ നമ്മുടെ മെയിൻ റോഡിൻ്റെ ദർശനം എങ്ങോട്ടാണോ അങ്ങോട്ടായിരിക്കാം നമ്മൾ വാതിലും അല്ലെങ്കിൽ അതിൻ്റെ ദർശനവും വെക്കുന്നത്. കാരണം വെച്ചാൽ വാസ്തുവിനെ സംബന്ധിച്ച് പറയുമ്പം ഓരോ ദിക്കും ഓരോ അധിപനാണ്. ഇപ്പോൾ തെക്ക് ഭാഗത്തോട്ടാണ് വഴി വരുന്നതെങ്കിൽ അതിൻ്റെ ദർശനം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ തെക്കോട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുക. പക്ഷേ നമ്മൾ തെക്കോട്ട് നമ്മൾ കൊടുക്കുമ്പം ഇപ്പോൾ ഗ്രഹനാഥൻ പറയുകയാണ് എനിക്ക് കിഴക്കോട്ട് തന്നെ മെയിൻ വാതിൽ മതി എന്ന് പറയുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കിഴക്കോട്ട് ദർശനമായിട്ട് മാറ്റാറുള്ളൂ. കാരണം അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തെക്കോട്ട് ദർശനമായിട്ട് ഒരു വീട് പ്ലാൻ ചെയ്യുമ്പം നമ്മൾ അതിൻ്റെ മെയിൻ ഡോറ് നമ്മൾ കിഴക്കോട്ട് കൊടുത്താലും നമ്മൾ പിന്നെ ഇറങ്ങിപ്പോകുന്നത് തെക്കോട്ട് തന്നെയാണ്. കാരണം ഒരു വാസ്തുവിനെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ഓരോ ദിക്കിനും ഓരോ അധിപനുണ്ട്. ഓരോ ദിക്കിനും ഓരോ അധിപനായിട്ടാണ് നമ്മുടെ സങ്കല്പം. അപ്പോൾ തെക്കോട്ട് ദർശനമായിട്ടുള്ള വീടിൻ്റെ നമ്മൾ മെയിൻ ഡോറ് കൊടുത്താലും അതിൻ്റെ ഉച്ചസ്ഥാനം, തെക്കിൻ്റെ ഉച്ചസ്ഥാനത്തായിരിക്കും നമ്മളത് പ്ലാൻ ചെയ്യുക. പക്ഷേ കിഴക്ക് വടക്ക് ഭാഗത്തു നിന്നും വരുന്ന കോസ്മിക് എനർജി മാക്സിമം വീടിൻ്റെ അകത്ത് കടന്നു വരത്തക്കോണമായിരിക്കും അതിൻ്റെ ഡിസൈനിങ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതുമായിട്ട് തെക്കോട്ടാണെന്ന് വെച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അതുകൊണ്ട് ദോഷങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഏറ്റവും നല്ല ഒരു വീട് വെക്കാൻ ഏറ്റവും നല്ല സ്ഥാനം എന്ന് പറയുന്നത് കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമായിട്ടാണ്. പക്ഷേ വാസ്തുക്കാരെ പറയുമ്പം ചില ആൾക്കാർക്ക് ദർശനം വരുന്നത് പടിഞ്ഞാറോട്ടായിരിക്കും, അവർക്ക് വേറെ സ്ഥലം വാങ്ങിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മാക്സിമം എനർജി അതിൻ്റെ അകത്ത് എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളിക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ പടിഞ്ഞാറോട്ടാണ് മെയിൻ റോഡ് വരുന്നതെങ്കിൽ അതിൻ്റെ ദർശനം പടിഞ്ഞാറോട്ട് തന്നെ ആയിരിക്കും നമ്മൾ കൊടുക്കുക ഞാൻ വരയ്ക്കുന്ന പ്ലാനിൽ. പക്ഷേ അതിൻ്റെ വാതിലുകളും അതിൻ്റെ ദിശകളും എല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത ശേഷം മെയിൻ വാതിൽ കൊടുക്കുന്നത് പടിഞ്ഞാറിൻ്റെ ഉച്ചസ്ഥാനത്തായിരിക്കും കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് വരുന്ന എനർജി അവർക്ക്, അതിനകത്ത് കടന്നു വരുന്ന എനർജി പോസിറ്റീവ്നെസ് അവർക്ക് വളരെ സ്ട്രോങ് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ദോഷങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ നമ്മൾ കിഴക്കോട്ടോ വടക്കോട്ടോ നമ്മൾ വീട് വെക്കാൻ പറയുന്നത് മാക്സിമം കോസ്മിക് എനർജി കടന്നു വരാൻ വേണ്ടി കൂടിയാണ്. അപ്പം പടിഞ്ഞാറോട് ദർശനമായിട്ടുള്ള വീട് വെച്ചാലും തെക്കോട് ദർശനമായിട്ടുള്ള വീട് വെച്ചാലും കിഴക്ക് ഭാഗത്തു നിന്നും കിഴക്കുടക്ക് ഭാഗത്തു നിന്നും വരുന്ന മാക്സിമം കോസ്മിക് എനർജി ആ വീടിൻ്റെ അകത്ത് കിട്ടത്തക്കോണമായിരിക്കും നമ്മൾ അതിൻ്റെ ഡിസൈനിങ് ചെയ്യുക. അപ്പം അതുവഴി അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. പിന്നെ ഓരോ ആൾക്കാർക്കും ഓരോ ഭാഗ്യ ദിശയുണ്ട്, അതനുസരിച്ചായിരിക്കും നമ്മൾ അവരുടെ ബാക്കിയുള്ള ചാർട്ടുകളും അവരുടെ പ്രോസ്പെരിറ്റിയുടെ ഭാഗങ്ങളൊക്കെ നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്തെടുക്കുക. ഇപ്പം വാസ്തു അനുസരിച്ച് നമ്മളൊരു വീട് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ പോലും പിന്നീട് നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് കൃത്യമാക്കി അതിൻ്റെ കണക്കുകളും അതിൻ്റെ എനർജി ബേസ് നമ്മളെ കാര്യങ്ങൾ കൃത്യമാക്കി എടുക്കുകയാണെങ്കിൽ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളൊന്നും അവരെ ബാധിക്കാതിരിക്കുന്നതിനും കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടുന്നതിനും അത് കാരണമായി തീരും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതി അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിന്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു നന്മ നിറഞ്ഞ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. പൂർണ്ണപ്രഭവിരിയും മൺതരിയിൽ ഇരുസന്ധ്യകൾ തന്നിലാവിന്മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം. അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം. അറിയുന്നു നാം ഈ നിത്യ ചൈതന്യത്തെ ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ. അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു
ഗുരുവരുളാകുന്ന ദേവാമൃതം, ഗുരുവരുളാകുന്ന ദേവാമൃതം.